നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ വീഡിയോ അതായത് 27/5/2026 ബുധനാഴ്ച വൈകിട്ട് റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില വീണ്ടും കൂടുകയാണ്. അതേസമയം സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. ഒരു ഗ്രാമിൻ്റെ മുകളിൽ 55 രൂപ, ഒരു പവൻ്റെ മുകളിൽ 440 രൂപയാണ് ഇന്ന് കുറഞ്ഞിരിക്കുന്നത്. 22 ക്യാരറ്റ് രൂപ 14,510, ഒരു പവന് 1,16,080. അതുപോലെ 24 ക്യാരറ്റ് രൂപ 5,829, ഒരു പവന് 1,26,632. അതുപോലെ 18 ഗ്രാം 11,872, ഒരു പവൻ 97,976. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. അതേസമയം റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 252 രൂപ 50 പൈസ, RSS 5 കിലോ 249 രൂപ 50 പൈസ, ISNA 20 207, ലാറ്റക്സ് 60% DRCയിൽ 160 രൂപ 60 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 252 50 പൈസ, RSS 5 കിലോ 249 രൂപ 50 പൈസ. ഇതാണ് വൈകിട്ടത്തെ കൊച്ചി വില. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRCയിൽ ഒട്ടുപാൽ കിലോ 151, 60% DRCയിൽ ഒട്ടുപാൽ കിലോ 113 രൂപ 25 പൈസ. ഇതാണ് ഒട്ടുപാൽ. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 251 രൂപ 50 പൈസ, RSS 5 കിലോ 240 രൂപ 50 പൈസ. ദേശീയ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 278 രൂപ 86 പൈസ, RSS 5 കിലോ 278 രൂപ 42 പൈസ. ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. എന്തായാലും കവറിടുന്നത് വലിയൊരു ചിലവ് തന്നെ. 17-20 ഇഞ്ചുള്ള ഒരു കവറിന് 21 രൂപ 50 പൈസ ആണ് ഷെയ്ഡ്. അതുപോലെ 18 മുതൽ 24 ഇഞ്ച് വരെയുള്ളതിന് 25 രൂപയാണ് അതിൻ്റെ ഇത്. 26, 30, 27 രൂപ. നാടകി കിലോ 180 രൂപയാണ്. ഷെയ്ഡ് ഇടുന്നതിന് ഒരു മരത്തിന് ഏകദേശം 15 മുതൽ 17 രൂപ ചാർജുണ്ട്, ലേബർ ചാർജ് തന്നെ. ഇതെല്ലാം ഇട്ട് വരുമ്പോൾ റബ്ബർ കർഷകർക്ക് എന്താണ് കിട്ടുന്നത്? ഇപ്പം 3 ടൈം വളം കൂടെ കൊടുത്തും കാട് എടുത്ത് വരുമ്പോഴത്തേക്ക് കർഷകർക്ക് അബ്സല്യൂട്ട്ലി സീറോ. എന്തായാലും കേരളത്തെ ഇന്ന് പിടിച്ചു കുലുക്കിയ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും മുൻ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെയും വീട്ടിൽ ED റെയ്ഡ്. പിണറായി വിജയൻ്റെ മകൾ T വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി സൊല്യൂഷൻസ് എന്ന IT കമ്പനിക്ക് CMR കമ്പനി കൈമാറിയ കോടികളുടെ പണമിടപാടിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ആണ് ED അന്വേഷണം നടത്തുന്നത്. ED അന്വേഷണത്തിനെതിരെയുള്ള ഹർജികൾ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയുള്ള ഈ നിർണായക നീക്കം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ മുതൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസിൻ്റെ വസതികളുൾപ്പെടെ കേരളത്തിലുടനീളം 12 കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം ED സംഘം പരിശോധന നടത്തുന്നത്. CPM ശക്തമായ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടതിന് വളരെയധികം നന്ദി.